എഞ്ചിന്റെ ശബ്ദം കേട്ട് കാറിന്റെ കുഴപ്പം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന ആളാണ് മാധവൻ നായരെന്നാ അച്ഛൻ പറയാറ്. വർഗീസ് സാർ ഇപ്പോ കിടപ്പില്ല. കഴിഞ്ഞ ആഴ്ച വരെ നേരിയൊരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് അതുമില്ല. അപ്പച്ചനുള്ളതുപോലെ എനിക്കും ഈ കാറിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാ ഞാൻ കാറ് പണിയാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. മാധവൻ നായരെ കൊണ്ട് ഇത് റിപ്പയർ ചെയ്യിക്കാൻ. സാറിന് വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടിയാ പോരെ? എന്റെ മോനാ, ഇവൻ നന്നായി റിപ്പയർ ചെയ്യും. ഓ സാറപ്പോ എന്റെ കുടുംബവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? മാധവന് 3 ആൺമക്കളാ. 2 എണ്ണം എന്റെ രക്തത്തിൽ പിറന്നതും ഇവനെ ഞാൻ എടുത്തു വളർത്തിയതുവാ. ആ ഓക്കെ ഓക്കെ. ആ ഇപ്പൊ ശബ്ദം സ്മൂത്തായി. ആ ചെറിയ കിരീര ശബ്ദം അങ്ങ് മാറി. കൂലി എത്രയായി? ഇവൻ സംസാരിക്കില്ല. സോറി. എത്ര രൂപയായി മാധവൻ നായരെ? എത്ര രൂപയായാലും 100 രൂപയും കൂടി ചേർത്താണ് അപ്പച്ചൻ തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ. ശീലം തെറ്റിക്കുന്നില്ല. എന്നാലേ ഇതിന് പൈസ വേണ്ട. എന്റെ വിനുമോൻ മുഴുവൻ പണിയും ചെയ്ത ആദ്യത്തെ കാറാ. ഈ കാറിന്റെ ഐശ്വര്യവും ക്യാപ്റ്റൻ വർഗീസ് സാറിന്റെ അനുഗ്രഹവും മാത്രം മതി. അച്ഛന്റെ സുഹൃത്തിന്റെ കാർ ആയതുകൊണ്ട് അതിന് കാശ് വേണ്ടെന്നാവൻ പറഞ്ഞത്. ഇവൻ കൊള്ളാലോ. ഗുരുത്വവും ഉപകാര സ്മരണയൊക്കെ ഉള്ളവനാ. എന്റെ കമ്പനിയില് നല്ല ശമ്പളത്തില് ഇവനൊരു ജോലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. സാറിന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി തരാമെന്ന്. ജോലി ജോലി എന്നെ വിട്ട് അവനങ്ങ് പോകുന്നില്ലെന്നാ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നന്ദിയുള്ളവനാ. ഇവൻ എന്തെങ്കിലും പണി വേണമെന്ന് തോന്നിയ എന്നെ അറിയിച്ചാ മതി. ഓൾവേസ് വെൽക്കം.